ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ കുറേ പേര് ഇപ്പോൾ ചോദിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ രണ്ട് മെയിൻ ആയിട്ടുള്ള സീറോ ബാലൻസ് അക്കൗണ്ടിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അതായത് നമ്മുടെ സ്ലൈസ് അക്കൗണ്ടും അതുപോലെ തന്നെ കോട്ടക് 811 അക്കൗണ്ട്. ഇതിൽ ഏതാണ് നല്ലതെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് ഇപ്പോൾ മെസ്സേജ് അയക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ പണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കുറേ ചെയ്തിട്ടുള്ളതാണ്. സ്ലൈസ് അക്കൗണ്ട്, സ്ലൈസ് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചും അതുപോലെ തന്നെ സ്ലൈസിൽ നമുക്ക് എഫ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഇപ്പോൾ റേറ്റ് ഒക്കെ കുറഞ്ഞു. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളത് മാറിക്കൊണ്ടിരിക്കും, RBIയുടെ റെപ്പോ റേറ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ ഏതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ഞാൻ പറയാൻ വഴിയെ ഞാനിത് രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഒരെണ്ണമാണ് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്, മറ്റേത് അങ്ങനെ ഉപയോഗിക്കുന്നത് കുറവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിൽ ഫൈനാൻസ് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നമ്മുടെ പേജ് ഫോളോ അടിക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ അപ്പോൾ സ്ലൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഞാൻ ഇതിൻ്റെ ഈ ഓട്ടോ ബ്രൈറ്റ്നസ് അങ്ങനെയുള്ളതൊക്കെ ഒന്ന് പോക്കാം. ഇതാണ് നമ്മുടെ എൻ്റെ പ്രൈമറി മൊബൈൽ ഇതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് സ്ലൈസ് ആപ്പ് കൂടെ കാണാം. അതുപോലെ തന്നെ കോട്ടക്കിൻ്റെ പുതിയ ആപ്പ്, കോട്ടക്ക് നിങ്ങൾ ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പഴയ ആപ്പൊക്കെ മാറ്റിയിട്ട് കോട്ടക്കിൻ്റെ 811 അക്കൗണ്ട് പറഞ്ഞ ആപ്പ് ഉപയോഗിക്കാൻ വരേണ്ടത്. ലേറ്റസ്റ്റ് ആപ്പ് മറ്റതൊക്കെ അവർ നിർത്തിയിട്ടാണ് സപ്പോർട്ട്. അപ്പോൾ സെക്യൂരിറ്റി പോവും. പഴയ ആപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് മാറ്റാൻ മറക്കരുത്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ നോക്കി കഴിഞ്ഞാൽ രണ്ടും സീറോ ബാലൻസ് അക്കൗണ്ട് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കോട്ടക് എന്ന് പറയുന്നത് നോർമൽ സാധാരണ ഒരു വലിയ ബാങ്കാണ്. സ്ലൈസ് എന്ന് പറയുന്നത് ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. അപ്പോൾ സാധാ ബാങ്കുകളുടെ താഴെ വരുന്ന സാധനമാണ് സ്മോൾ ഫിനാൻസ് ബാങ്ക്. അപ്പോൾ എന്തുകൊണ്ടും നമ്മളിതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കാൻ നോക്കിയിട്ട് കമ്പയർ ചെയ്തിട്ട് എടുക്കാൻ നോക്കുന്നത് നല്ല ഇതൊരു അക്കൗണ്ടിൽ എടുക്കാൻ നോക്കുകയാണെങ്കിൽ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുക കോട്ടക് 811 അക്കൗണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ അത് മാത്രമല്ല, നമുക്ക് കോട്ടക് 811 അക്കൗണ്ടിലേക്ക് മാറി നമുക്ക് ആ സീറോ ബാലൻസ് അക്കൗണ്ട് എടുത്താൽ തന്നെ നമുക്ക് അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ അക്കൗണ്ടിലേക്ക് മാറാനൊക്കെ പറ്റും. പക്ഷേ സ്ലൈസിന് ആകെ ഒരു ഇങ്ങനത്തെ ഒരു അക്കൗണ്ട് മാത്രമേ ഉള്ളൂ, വേറെ ഒരു അക്കൗണ്ടും ഇല്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രീ അപ്രൂവ്ഡ് ആയിട്ട് ലോൺ ഓഫറും ക്രെഡിറ്റ് കാർഡ് ഓഫറൊക്കെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കോട്ടക്കാണ്. ബെസ്റ്റ് കിട്ടുന്നത് കോട്ടക്ക് തന്നെ പറയാം. സ്ലൈസിനെ അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല. ചില സമയം നല്ല പോലെ റിജക്ഷൻ വരുന്നുണ്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ട്. അതുപോലെ തന്നെ ആദ്യം ഒരു ഇനീഷ്യലി കുറേ പേർക്ക് കൊടുത്തു. അതുപോലെ തന്നെ അത് ഇനി റിക്വസ്റ്റ് വന്നാൽ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു നമ്മൾ എലിജിബിൾ ആണെന്ന് കാണിച്ചാൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അത് കുറച്ച് ബാങ്കുകൾക്ക് മാത്രമേ ഉള്ളൂ. ചില ബാങ്ക് അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടും അതുപോലെ തന്നെ സിബിൽ സ്കോറൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് അതിൻ്റെ ക്രെഡിറ്റ് ലിമിറ്റ് അവർ എടുക്കുന്നത്. അപ്പോൾ ചില ബാങ്ക് അവർ എടുക്കുന്നില്ല. അത് നമ്മൾ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക് അങ്ങനത്തെ ബാങ്കുകളൊന്നും അവരുടെ ലിസ്റ്റിലില്ല. മെയിൻ ബാങ്ക് കുറേ പ്രൈവറ്റ് ബാങ്കുകൾ മാത്രമേ ഉള്ളൂ. ആ ബാങ്ക് അക്കൗണ്ട് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ല ലിമിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളൂ. മിക്ക ആൾക്കാർ അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ റിജക്റ്റ് ആവണമുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നെഗറ്റീവുകളൊക്കെ ഉണ്ട് സ്ലൈസിൻ്റെ അക്കൗണ്ട്. പക്ഷേ അക്കൗണ്ട് നല്ലത് തന്നെയാണ് കേട്ടോ. നിങ്ങളൊരു സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് ഉപയോഗിക്കാൻ നോക്കുന്ന ഒരാൾ നിങ്ങൾക്ക് സ്ലൈസ് അക്കൗണ്ട് എടുക്കുന്നതിന് കുഴപ്പങ്ങളൊന്നുമില്ല. എസ്പെഷ്യലി നിങ്ങൾ സെക്കൻഡറി അക്കൗണ്ട് ആയിട്ട്, അതായത് UPI ട്രാൻസാക്ഷൻ ചെയ്യാനും അങ്ങനത്തെ പർപ്പസിനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും കണ്ണും പൂട്ടിയിട്ട് സ്ലൈസ് അക്കൗണ്ട് എടുക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ നിങ്ങൾക്ക് പ്രൈമറി അക്കൗണ്ട് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോട്ടക്കിൻ്റെ 811 അക്കൗണ്ട് എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിത് രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ കോട്ടക്കാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അതായത് ഞാൻ കുറേ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നില്ല. അതിൽ വൺ ഓഫ് ദ മെയിൻ അക്കൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കോട്ടക്കിൻ്റെ 811 അക്കൗണ്ട്. എനിക്ക് കോട്ടക്കിൻ്റെ ഈ സീറോ ബാലൻസ് അക്കൗണ്ട് ഞാൻ എപ്പോഴും സീറോ ബാലൻസ് അക്കൗണ്ട് തന്നെയാണ്. നമുക്കത് വേണമെങ്കിൽ മാറ്റൊക്കെ ചെയ്യാൻ പറ്റൂട്ടോ. നോർമൽ ബാക്കിയുള്ള അക്കൗണ്ട് എന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടം പോലെ അക്കൗണ്ട് ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ. അപ്പോൾ പിന്നെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ഡെബിറ്റ് കാർഡ് അത് രണ്ടിലും ഉണ്ട്. രണ്ടിലും ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് വേണമെന്ന് ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് ലിമിറ്റ് കൂടുതലുണ്ട്. നമുക്ക് സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിലും കോട്ടക്കിൽ നമുക്ക് ലിമിറ്റ് കൂടുതൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി ലിമിറ്റ് അങ്ങനത്തെ പരിപാടിയൊക്കെ കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നോർമൽ ബാങ്കും സ്മോൾ ഫിനാൻസ് ബാങ്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ നോർമൽ ബാങ്ക് തന്നെയാണ്. അത് അതിൻ്റെ താഴെ വരുന്ന ഒരു ബാങ്കാണ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏറ്റവും പ്രയോറിറ്റി കൂടുതൽ നോർമൽ ബാങ്കുകൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോട്ടക്കാണ് ഫസ്റ്റ്, കോട്ടക് 811 അക്കൗണ്ടാണ് ഫസ്റ്റ് വരുന്നത്. നിങ്ങൾക്ക് സ്ലൈസ് ബാങ്ക് അക്കൗണ്ട് കൊടുക്കാൻ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഒരു സെക്കൻഡറി അക്കൗണ്ട് വേണം. ഇപ്പോൾ UPI ട്രാൻസാക്ഷൻ ചെയ്യാൻ നമ്മൾ സ്ഥിരം പറയുന്നൊരു കാര്യമാണ്. നിങ്ങൾക്കത് ഡെയിലി മെയിൻ അക്കൗണ്ട് നിങ്ങളുടെ UPI ട്രാൻസാക്ഷൻ ഒന്നും ഉപയോഗിക്കരുത്. ഇതുപോലെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലെ ട്രാൻസാക്ഷൻ ചെയ്യാനും അതുപോലെ തന്നെ പ്രത്യേകിച്ച് അറിയാത്ത ആൾക്കാർക്ക് UPI സ്കാൻ ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒക്കെ മെയിൻ അക്കൗണ്ട് ഉപയോഗിക്കരുതെന്ന് ഇഷ്ടംപോലെ പറയാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അക്കൗണ്ടാണ് സ്ലൈസ് അക്കൗണ്ട്. അപ്പോൾ രണ്ടും നല്ലൊരു അക്കൗണ്ട് തന്നെയാണ്. പക്ഷേ നിങ്ങളൊരു പ്രൈമറി അക്കൗണ്ട് എടുക്കാൻ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ, പ്രൈമറി അക്കൗണ്ട് ആയിട്ട് എടുക്കാൻ നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കോട്ടക് 811 അക്കൗണ്ടാണ് നല്ലത്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രീ അപ്രൂവൽ ഓഫേഴ്സ് കിട്ടാനും കൂടുതൽ കോട്ടക് 811 ബെറ്റർ കേട്ടോ. അപ്പോൾ ഈ രണ്ടെണ്ണത്തിനും ഞാൻ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. കോട്ടക്ക് കിട്ടുമെന്ന് അറിയില്ല. സ്ലൈസ് അക്കൗണ്ടിന് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുകൂടെ സുഖമായിട്ട് എടുക്കാവുന്നതാണ്. ഇപ്പോൾ കോട്ടക്ക് നോർമലി ഇനീഷ്യൽ ഫണ്ടിങ്ങും സംഭവങ്ങളൊന്നും ചോദിക്കാറില്ല. ഈസിയായിട്ട് നമുക്ക് ഓൺലൈൻ ചെയ്യാവുന്നതാണ്. ഇത് ആക്ച്വലി കോട്ടക് 811 അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഓൺലൈനും ഓൺലൈൻ കേട്ടോ. നിങ്ങൾക്ക് ബ്രാഞ്ച് പോയി എടുക്കാൻ പറ്റില്ല. ബ്രാഞ്ചിൽ കോട്ടക് 811 അക്കൗണ്ട് എന്ന് പറയുന്നത് അത് സീറോ ബാലൻസ് അക്കൗണ്ട് ആവില്ല. എന്ന് വെച്ചാൽ അവർക്ക് ഈ 811 അക്കൗണ്ട് തന്നെ കുറേ ടൈപ്പ് ഉണ്ട്.
അതാണ് ഞാൻ പറയാൻ കാരണം. അതുപോലെ തന്നെ സ്ലൈസും നമുക്ക് ആ ഒരു ആപ്പ് ത്രൂ ആണ്, അതിൻ്റെ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ അതും നിങ്ങൾക്ക് എല്ലാം ഡിജിറ്റൽ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ആധാർ കാർഡും പാൻ കാർഡും മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ലിങ്ക് ആണെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ രണ്ടും സുഖമായിട്ട് എടുക്കാവുന്നതാണ്. 2-3 മിനിറ്റ് വേണ്ടോ. നിങ്ങൾക്ക് വീഡിയോ KYC ലാസ്റ്റ് സ്റ്റെപ്പ് വരും, ഇത്രേ ഉള്ളൂ സംഭവം കേട്ടോ. നിങ്ങൾക്ക് സാധനം ഓപ്പണായി ഒരു 1 വീക്കിനുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ പാസ്ബുക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടും. വെൽക്കം കിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീട്ടിലേക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ സംഭവം. രണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന രണ്ടും നല്ലൊരു അക്കൗണ്ട്, രണ്ടും നല്ലൊരു സീറോ ബാലൻസ് അക്കൗണ്ട് തന്നെയാണ് കേട്ടോ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ വേർഡ് മറക്കണ്ട. നിങ്ങൾക്ക് പ്രൈമറി അക്കൗണ്ടായിട്ട് ഉപയോഗിക്കാൻ ഒരു അക്കൗണ്ട് നോക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കോട്ടക്കിൻ്റെ അക്കൗണ്ടാണ് റെക്കമെൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ച് റിപ്പീറ്റേഷൻ ഒന്നും ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അടുത്ത് കാണാം.